ഇപ്പം നമ്മുടെ യൂത്തിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ സെക്ഷുവാലിറ്റിനെ കുറിച്ച് പല അഭിപ്രായങ്ങളുണ്ട്. ഈ മാസ്റ്റർബേഷൻ ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം മാമിന് അങ്ങനത്തെ ഇഷ്യൂസ് ഫേസ് ചെയ്തിട്ടുള്ള ആളുകൾ വരാറുണ്ടോ? എങ്ങനെയാണ് അവർ ഡീൽ ചെയ്യേണ്ടത്? ഞാൻ വർഷങ്ങളോളം ഈ എന്താ പറയുക അഡോളസെൻ്റ് അഡൽട്ട്ഹുഡ് ഗ്രൂപ്പുകൾക്ക് ഇങ്ങനെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറഞ്ഞിട്ട് ക്ലാസ്സുകൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ, ആൺകുട്ടികളാണോ മാസ്റ്റർബേറ്റ് ചെയ്യുക, പെൺകുട്ടികളാണോ കൂടുതൽ മാസ്റ്റർബേറ്റ് ചെയ്യുക എന്നൊക്കെ. അപ്പോൾ ഇതൊരു എന്താ പറയുക, നമുക്ക് ആണ് പെണ്ണെന്നല്ല, മനുഷ്യന് സെക്ഷുവലായിട്ടുള്ള ഒരു ഹ്യൂമൻ ബീയിങ് ആണ്. നമുക്ക് സെക്ഷൽ ഓർഗൻസ് ഉണ്ട്, സെക്ഷുവലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ വ്യത്യാസങ്ങളൊന്നുമില്ല. അതായത് പെണ്ണ് ചെയ്യാൻ പാടില്ല എന്നില്ല, ആണേ ചെയ്യാൻ പാടുള്ളൂ അങ്ങനെയില്ല. അപ്പോൾ പെൺകുട്ടികളും മാസ്റ്റർബേറ്റ് ചെയ്യും, ആൺകുട്ടികളും മാസ്റ്റർബേറ്റ് ചെയ്യും. ഇനി നമ്മുടെ ഓർഗനാണ്, നമ്മുടെ സെൽഫ് സ്റ്റിമുലേറ്റിംഗ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൽ വരുന്നതാണ്. ഇതിൽ പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേഷൻ, സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന കാര്യം നമ്മൾ കിട്ടണം. ഇപ്പോൾ പെനീസിൻ്റെ സൈസ് എത്രയാണെന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്നത്. അതായത് പെനീസിന് വലുപ്പം കുറവാണെങ്കിൽ എല്ലാവർക്കും ടെൻഷനാണ്. ഇനി ഇത്തരത്തിലുള്ള ടെൻഷനുകൾ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു അസുഖമുണ്ട്. അപ്പോൾ അങ്ങനെ ഡാറ്റ് സിൻഡ്രോം എന്ന് പറയും. ഇപ്പം ഡാറ്റ് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ സെക്ഷുവൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ചിന്തിച്ച് അതിൻ്റെ ആങ്സൈറ്റി കൂടിയിട്ട് ഇവർ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അതിനൊരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള മെഡിസിനും ട്രെയിനിങ്ങും ഒക്കെ എടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ആക്ച്വലി ഇവരുടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ട് ഇത്തരം തോട്ട്സുകൾ വരിക. അപ്പോൾ ഇത് വരാനുള്ളൊരു കാരണം ഇവർ കാണുന്ന വീഡിയോസ്, ഇവർക്ക് കിട്ടുന്ന നോളേജ് എന്ന് പറയുന്നത് ഒരു സ്റ്റേജിൽ നമ്മൾ കാണുന്ന കുറേ വീഡിയോസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ കാണുന്ന റിലേഷൻഷിപ്പിൻ്റെ മോഡൽ, അതിൽ കാണുന്ന ഒരാളുടെ രീതികൾ എല്ലാം ഇയാളുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല. അതൊരു സിനിമാറ്റിക് ആണ്, അതൊരു ഷൂട്ടിംഗ് ആണ്. ആ ഷൂട്ടിംഗ് എന്ന് പറയുമ്പോൾ അതിൽ ക്യാമറമാൻ ഉണ്ടായിരിക്കും, ഈ വ്യക്തികൾ മാത്രമായിരിക്കില്ല. അത് പക്ഷേ അത് ഞങ്ങളുടെ ലൈഫാണ്, ഇതുപോലെ ആയിരിക്കും, ഇതുപോലെ ആകണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പലരും ഒരു റിലേഷൻഷിപ്പിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടും ഇവിടെ കൊടുക്കേണ്ടത് എന്താണ് അവരുടെ സെക്ഷുവൽ ഹെൽത്ത്, എന്താണ് സെക്ഷുവൽ ഓർഗൻ, അതിൻ്റെ ഫങ്ഷൻസ് എന്താണ്. ഈവൻ മാസ്റ്റർബേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ പെനീസ് പിടിക്കണമെന്ന് പോലും ആർക്കും അറിയില്ല. അല്ലെങ്കിൽ അത് പറഞ്ഞ് കൊടുക്കാനായിട്ട് ഒരു പ്രൊഫഷണൽ, ഒരു ഡോക്ടറോ അല്ലെങ്കിൽ അവരുടെ അടുത്ത് പോകാനുള്ള മൈൻഡ് സെറ്റോ അതിനുള്ള ഇതോ വന്നിട്ടില്ല. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പലപ്പോഴും ഇതിന് ശേഷം ഉണ്ടാകുന്ന ശരീരത്തിലുണ്ടാകുന്ന ഒരുപാട് പേർക്ക് ക്ഷീണം എന്ന് പറഞ്ഞിട്ട് വരാറുണ്ട്. ഇതിന് ശേഷമാണ് ഹെയർ ഫോൾ എന്ന് പറയാറുണ്ട്, ഇതിന് ശേഷം വണ്ണം കുറഞ്ഞു എന്ന് പറയാറുണ്ട്. അങ്ങനെ ഇതിൽ ഒരുപാട് വ്യത്യാസങ്ങൾ. പിന്നെ അവർ ആ സമയത്ത് കഴിക്കേണ്ട പ്രോട്ടീൻസ്, വൈറ്റമിൻസ് അതൊന്നും ശരീരത്തിലുണ്ടായിരിക്കില്ല. റിപ്പീറ്റഡ് ആയിട്ട് ഇപ്പോൾ ഒരുപാട് തവണ മാസ്റ്റർബേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് തെറ്റാണോ ശരിയാണോ? എനിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ വരുന്ന അടുത്തൊരിതാണ്. അപ്പോൾ ശരിക്കും മാസ്റ്റർബേഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് തവണ ചെയ്യുമ്പോൾ അവർക്ക് മറ്റു കാര്യങ്ങളിൽ ചിലപ്പോൾ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. അവരുടെ ലൈഫിൽ ഇപ്പോൾ പഠിക്കുന്ന ഒരു കുട്ടിയായിരിക്കാം, അപ്പം അത് മാറ്റി വെച്ചിട്ടായിരിക്കാം ഈ ഒരു തോട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ അതിനെ ഡൈവേർട്ട് ചെയ്യാനുള്ള എക്സസൈസുകളുണ്ട്. നമുക്ക് നന്നായിട്ട് വെള്ളം കുടിക്കാം, വയറ് നിറച്ച് വെള്ളം കുടിക്കുക എന്നുള്ളത് ഒരു മെത്തേഡാണ്. അല്ലെങ്കിൽ ഫിസിക്കലായിട്ട് ഇപ്പോൾ ജിമ്മിൽ പോവാം, സൈക്ലിംഗ് ചെയ്യാം, ഫുട്ബോൾ കളിക്കാം, അങ്ങനെ ആക്ടിവിറ്റീസുകൾ നമുക്കവിടെ കൊണ്ടുവരാം. അപ്പോൾ ഒരു സെക്ഷുവൽ ലൈഫും നോർമൽ ലൈഫും അവരുടെ ഒരു കരിയറും ഒക്കെ മാനേജ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. അല്ലാതെ മാസ്റ്റർബേഷൻ തെറ്റെന്ന് പറഞ്ഞ് ഗിൽട്ടി ഫീലിംഗ് ആയിട്ട് കുറ്റബോധം വന്ന് ജീവിക്കേണ്ട ആവശ്യമില്ല. മാസ്റ്റർബേഷനെ എങ്ങനെയാണ് നമുക്ക് ഹെൽത്തി ആയിട്ടത് കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ള ട്രെയിനിങ് ആണ് അവിടെ എടുക്കേണ്ടത്. നമ്മൾ സൈക്കോളജിസ്റ്റിനെ തന്നെയാണ് അപ്പോൾ കണ്ടത്. സൈക്കോളജിസ്റ്റുകൾക്ക് അത് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള സൈക്കോളജിസ്റ്റുകളുണ്ട്, അപ്പോൾ അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ സെക്സ് തെറാപ്പിസ്റ്റുകളുണ്ട്. അപ്പോൾ കുറച്ചും കൂടി നമുക്കൊരു മാരിറ്റൽ ലൈഫിലേക്ക് കടക്കുമ്പോൾ സ്ത്രീനെ കുറിച്ച് അറിയാനും പുരുഷനെ കുറിച്ച് സ്ത്രീയും അറിയണം. നമുക്കിപ്പോൾ ഈ ഓർഗനൊന്നും അങ്ങനെ ആർക്കും കണ്ടു പരിചയമില്ലാത്ത ഇതാണ്, നമ്മൾ വീഡിയോസിൽ കൂടെ മാത്രമാണ് കണ്ടു കാണുക. അപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ കൾച്ചർ വൈസും അങ്ങനെയുള്ളൊരു കൾച്ചറോ ഒന്നുമല്ല. നമ്മൾ മാരേജ് കഴിഞ്ഞിട്ടാണ് നമ്മളൊരു സെക്ഷുവൽ റിലേഷൻഷിപ്പിലേക്ക് ആ വ്യക്തിയുമായിട്ട് സെക്ഷുവൽ റിലേഷൻഷിപ്പിലേക്ക് പോകുന്നത്. അപ്പോൾ
അതിനു മുമ്പ് നമുക്കിപ്പോൾ പലപ്പോഴും ഫോട്ടോ ആയിട്ടൊന്നും നോക്കിയിട്ടത് കാര്യമില്ല. നമ്മൾ അവരായിട്ട് ഇൻറ്റിമസി വരണം, അവരുടെ സെക്ഷൽ ഓർഗൻ എന്താണെന്നും അവർക്ക് എന്താണ് സന്തോഷം കിട്ടുകയെന്നും നമ്മൾ പഠിക്കണം. ആ ഒരു ടൈം അവിടെ കൊടുക്കണം. അപ്പോൾ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് നമ്മൾ കൊടുക്കാറുണ്ട്. അതിൽ കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം പാരൻസ് തന്നെ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് കൊണ്ടുവരാറുണ്ട്. അപ്പോൾ അവർക്ക് വരുമ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും സംസാരിക്കാനും അവർക്കത് പറഞ്ഞു കൊടുക്കാനും അവർക്ക് തമ്മിൽ ഉള്ള ഒരു സെഷനുകളും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാറുണ്ട്. ഇതിപ്പോൾ അറേഞ്ച്ഡ് മാരേജ് ആകുമ്പോഴല്ലേ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉള്ളത്? അല്ല, ലവ് മാരേജ് ആണെങ്കിലും അവര് പലപ്പോഴും ഈ പ്രേമം എന്ന് പറയുന്നത് 3 സ്റ്റേജാണുള്ളത്. ഇപ്പൊ പ്രേമം എന്ന് പറയുമ്പോൾ പണ്ടത്തെ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ മരം ചുറ്റി പ്രേമത്തിന്റെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതല്ല ഇപ്പോൾ വരുന്നത്. ഇപ്പോൾ ഏത് പ്രേമാണെങ്കിലും അതിന് 3 സ്റ്റേജിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ അവരെ കാണുന്നു, ഇഷ്ടപ്പെടുന്നു. അത് കഴിഞ്ഞ് സെക്കൻഡ് സ്റ്റേജിൽ കടക്കുമ്പോൾ അവരെ കാണാതെ ഇരിക്കാൻ പറ്റില്ല. അവർ ഇത്ര സമയത്ത് കോൾ ചെയ്യണം, രാവിലെ എഴുന്നേറ്റാൽ ഗുഡ് മോർണിംഗ് വേണം, മെസ്സേജ് അയച്ചാൽ അത് ബ്ലൂ ടിക്ക് ആവണം, ഗ്രീൻ ടിക്ക് ആവണം, അത് കണ്ടെങ്കിൽ റിപ്ലൈ ചെയ്യണം. ആ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഓക്സിറ്റോസിനൊക്കെ അങ്ങനെ വന്ന് തുടങ്ങുന്ന ഒരു സ്റ്റേജാണ്. അപ്പം നമുക്ക് എപ്പോഴും അവരെ കാണാൻ തോന്നും, എപ്പോഴും അവരെ കൂടിയിരിക്കാൻ തോന്നും, സംസാരിക്കാൻ തോന്നും. അത് കഴിഞ്ഞാൽ ഡോപ്പമിൻ സ്റ്റേജ് ഉണ്ട്. ഡോപ്പമിൻ സ്റ്റേജ് എന്ന് പറയുന്നത് ഈ വ്യക്തി ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, അതാണ് ഡോപ്പമിൻ സ്റ്റേജ്. അപ്പോൾ ആ ഡോപ്പമിൻ സ്റ്റേജ് എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ വ്യക്തിനെ തന്നെ മാരേജ് കഴിക്കണം, അയാളെ തന്നെ എൻ്റെ പാർട്ട്ണർ ആക്കണം എന്ന് തീരുമാനിക്കും. അവിടെ ഒരിക്കലും ചിലപ്പോൾ സെക്ഷുവലായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചിട്ട് പോലും ഉണ്ടാവില്ല. ആ വ്യക്തിയായിട്ടുള്ള അങ്ങനെ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചൊന്നും സംസാരിക്കാം, പക്ഷേ കൂടുതലായിട്ടുള്ള ഇൻറ്റിമസി വന്ന് കാണില്ല. അപ്പോൾ ഡോപ്പമിൻ സ്റ്റേജിൽ വരെ സ്വന്തമാക്കി കഴിഞ്ഞതിന് ശേഷമായിരിക്കും പിന്നെ ഒരു ഭാര്യ-ഭർത്തൃ ബന്ധം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് അറേഞ്ച്ഡ് മാരേജ് എന്നല്ല, ലവ് മാരേജ് ആണെങ്കിലും അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിലും ഈ ഒരു എഡ്യൂക്കേഷൻ, ട്രെയിനിങ്, കൗൺസിലിംഗ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.